സെഷൻസ് കോടതി ജാമ്യം കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇവൻ ഹൈക്കോടതി പോലും ഒരിക്കലും മുൻകൂർ ജാമ്യം പോലും കൊടുക്കുന്ന ഒരു പതിവില്ല. അപ്പൊ ആ പതിവ് തെറ്റുന്നു എന്നതാണ് നമ്മൾ ഇപ്പൊ ഈ വിധിയിലൂടെ മനസ്സിലാക്കുന്നത്. ഷാജനെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് SC ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും സംബന്ധിച്ച് ഇതൊരു തോൽവിയാണെന്നാണ്. ആ തോൽവിയാകുന്നതിന്റെ കാരണം അവരെ സംബന്ധിച്ചുണ്ടായിരുന്ന അവരെ അട്രോസിറ്റീസിനെതിരെയുള്ള ഒരു കടുത്ത നിയമം കുറച്ചുകൂടി ദുർബലപ്പെടുത്തുകയാണ് ഒരു പക്ഷേ മിസ്യൂസ് എന്ന് വിളിക്കാവുന്ന ഒരു കാരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ 100% ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയിലെ മിക്ക കോടതികളിലും ഇനി ഇത് എന്ത് ചെയ്യപ്പെടും, ഇന്റർപ്രറ്റ് ചെയ്യപ്പെടും. അതെ, സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിനുശേഷം ഷാജസ്കറിയെ കയറി പിണറായി വിജയൻ ഈ സർക്കാരിനെ ആഞ്ഞടിക്കാൻ തുടങ്ങി. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഷാജസ്കറിയക്കെതിരെ ഉണ്ടായിരുന്ന കേസ്. PV ശ്രീനിജൻ കൊടുത്ത SC ST അട്രോസിറ്റി ആക്ട് പ്രകാരമുള്ള കേസിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത കൂടി വന്നിട്ടുണ്ട്. I സുനിലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് രതീഷ് ചക്രപാണിയാണ്. ഈ വിധിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് സവിസ്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. നമസ്കാരം. അതായത് ഷാജസ്കറിയക്കെതിരെയുള്ള കേസിൽ സുപ്രീം കോടതി സുപ്രധാനമായ ജാമ്യത്തിൽ വിധി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ആ ജാമ്യ വിധിയിൽ പറയുന്നത്? നന്ദകുമാർ ഇത് ഒന്ന് ഓടിച്ച് വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കി 69 പേജ്. പക്ഷേ 69 പേജിൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് നമുക്കറിയാമല്ലോ, SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ ജാമ്യം കൊടുക്കാറില്ല, മുൻകൂർ ജാമ്യവും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് കീഴ്ക്കോടതികളൊന്നും മുൻകൂർ ജാമ്യം കൊടുക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞേക്കണത് സത്യത്തിൽ ഇതൊരു ചരിത്രപരമായ വിധി കൂടിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലളിതകുമാരി കേസിനോ അല്ലെങ്കിൽ കേശവഭാരതി കേസിനോ ഒക്കെ പറയുന്നത് പോലെ തന്നെ ചരിത്രമാകാൻ പോകുന്നൊരു കേസാണ്. ആ കേസിൽ പറയുന്ന ഒരു കാര്യം, ഈ SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഇനി മുതൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പ്രൈമ ഫേസിയ ഇതിലൊരു കുറ്റം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ വേണം. അല്ലാതെ ഇത് ഒറ്റടിക്ക് നമ്മൾ ഇനി മുതൽ ജാമ്യം നിഷേധിക്കുന്ന ഒരു പണി നടക്കില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് ഈ കേസിൽ സ്വാഭാവികമായിട്ടും അതൊരു നീതിയാണ് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഇതാണ് പറഞ്ഞേക്കണതെങ്കിൽ, രണ്ടാമത്തേതെന്ന് പറയുന്നത് അത് കോടതി കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ആ വിധിയിൽ. അത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, നിങ്ങളൊരു SC ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രം ഈ കേസ് ഇങ്ങനെ കൊടുക്കാൻ, അതായത് SC ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള അത് അട്രാക്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ശരിക്കും പറഞ്ഞാൽ അതിന് മുഴുവനായിട്ടുള്ള ഒരു വിധിയിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വിമർശിച്ചത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യം മാത്രം നിലനിൽക്കുമോ, നിങ്ങളുടെ ജാതി പേരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജാതീയമായിട്ടുള്ള ഒരു അവഹേളനം തന്നെ ഉണ്ടാവണ്ടേ എന്ന് പറയുന്ന ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് പക്ഷേ വെൽ സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു വിധി തന്നെയാണ്. അതായത് ഒരാള് ചെയ്യുന്ന തെറ്റുകളെ ആസ്പദമാക്കി വിമർശിക്കുമ്പോൾ ജാതിയോ മറ്റൊന്നും പറയാതെ അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കും? അതെ, അതാണ് പറഞ്ഞേക്കുന്നത്. അതിലിപ്പോ എനിക്ക് തോന്നണത് ഇതൊരു 2 അംഗ ബെഞ്ചായത് കൊണ്ടാണ് കുറച്ച് പകുതിക്ക് വെച്ച് നിർത്തിയേക്കണമെന്ന് വിചാരിക്കുന്നു. കാരണം JB പർദിവാലയും മറ്റേ ജഡ്ജും അടക്കമുള്ള 2 അംഗ ബെഞ്ചായതുകൊണ്ടാണ് ഇത്തരത്തിൽ നിർത്തിയേക്കുന്നത്. പക്ഷെ ഇത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു വിധി വന്നേക്കാം. ഇതിന്റെ ഇപ്പൊ മറുനാടൻ ഷാജന്റെ കേസിൽ തീർച്ചയായിട്ടും അർഹിക്കുന്ന ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെയുള്ള ഒരു MLA ആണ്, അദ്ദേഹം ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളൊരു കേസ് അവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളത് ന്യായമായിട്ടുള്ള വിധിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കോടതി ഇതിപ്പോ ജാമ്യം കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഡേഞ്ചർ കൂടിയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ ഈ കേസ് നോക്കുമ്പോൾ ഇതിന്റെ പൂർണ്ണമായ ഒരു ന്യായം ഷാജന്റെ അടുത്താണെന്ന് ഞാൻ കരുതുന്നു. അത് സ്വാഭാവികമായിട്ട് ഈ വിധി സ്വാഗതാർഹമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമ്മൾ ഉത്തരേന്ത്യയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബീഹാറിലേക്കോ അല്ലെങ്കിൽ ഹരിയാനയിലേക്കോ മറ്റു സ്റ്റേറ്റുകളിലേക്കോ പോകുമ്പോൾ ഈ വിധി വെച്ചുകൊണ്ട് അവിടെ മിക്കവാറും യഥാർത്ഥ കുറ്റവാളികൾ, ഈ അട്രോസിറ്റീസ് നടത്തുന്ന ആളുകൾ തന്നെ രക്ഷപ്പെടാനുള്ളൊരു സാധ്യതയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിധി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അനുകൂലമായി ഒരു പ്രത്യേക സമുദായങ്ങൾക്ക് അനുകൂലമായി, അടിച്ചമർത്തപ്പെട്ടവർക്ക് അനുകൂലമായി ഒരു നിയമം ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അത് ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയ തിരിച്ചടിയായി പിന്നീട് മാറും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. അതായത് PV ശ്രീനിജൻ എന്ന് പറയുന്ന MLA തന്റെ കാര്യലാഭത്തിന് വേണ്ടി തനിക്കെതിരെയുള്ള 4 വിമർശനമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഇവിടെ സ്റ്റേഡിയത്തിൽ വന്ന കുട്ടികളെ പുറത്തു നിർത്തി അദ്ദേഹം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ
11 മണിയോളം നിർത്തി വെയിൽ കൊള്ളിപ്പിച്ചു, അവരെ ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വിമർശനം ഉണ്ടായത്. രണ്ടാമത്തത് അദ്ദേഹത്തിൻ്റെ അമ്മായിച്ചനായ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന KG ബാലകൃഷ്ണൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി എന്ന് CPM ആരോപിച്ച കാര്യത്തിൽ അങ്ങനെ ഉണ്ടാക്കിയ പണം സിനിമാ മേഖലയിൽ അദ്ദേഹം കള്ളപ്പണമായി കൊടുക്കുകയും ഇൻട്രസ്റ്റ് വാങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തെ പറഞ്ഞത്. മൂന്നാമത്തെ പറഞ്ഞത് സാബുവിനെതിരെ, അതായത് കിറ്റക് സാബുവിനെതിരെ അദ്ദേഹത്തിന്റെ അധികാരമൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം കള്ളക്കേസിൽ കൊടുക്കുന്നു എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. അല്ല, കറക്റ്റാണ്. ഇപ്പൊ ഈ പറഞ്ഞ ശരിക്കും പറഞ്ഞ സത്യത്തിൽ പറഞ്ഞ 4 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ ഏറ്റവും ആദ്യത്തെ ഇത് വീഡിയോ ചെയ്യാനുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന അടച്ചിടുകയും കുട്ടികൾ കുറെ നേരം വെയിലത്ത് നിൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് PV ശ്രീനിജൻ ഒരു CPM കാരനല്ല, പകരം കോൺഗ്രസിലേക്ക് വരികയും അദ്ദേഹം മറ്റേ അഴിമതി നടത്തി പണമുണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്ന ആരോപണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഒരു നാലാമത് പറയാൻ വിട്ടുപോയത് നന്ദകുമാർ പറയാൻ വിട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മാഫിയ ഡോൺ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അപ്പൊ അതിന്റെ പുറത്ത് ഈ പറയുന്ന ശ്രീനിജൻ അതിൽ പരാതി ഉണ്ടെങ്കിൽ ന്യായമായിട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഒരു ഡിഫമേഷൻ കേസിന് പോകാം എന്നുള്ളതാണ്. പക്ഷെ SC/ST അട്രോസിറ്റീസ് ആക്ട് ഇതിനകത്തേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ് ഈ കേസിൽ വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഷാജന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നു. കാരണം നേരത്തെ കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് തടഞ്ഞതല്ല, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ജാമ്യം തന്നെ ഷാജന് കിട്ടിയിരിക്കുന്നു. ആ ജാമ്യത്തിന്റെ വിധി എന്ന് പറയുന്നത് സാധാരണ ഒരു ജാമ്യത്തിന് പുറപ്പെടുവിക്കുന്ന ഒരു വിധിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് ഉത്തരവുകൾ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഉത്തരവുകളിൽ സാധാരണ ജാമ്യം കൊടുക്കുമ്പോൾ അതിന്റെ ഇത്രയും ഡീറ്റെയിലിങ്ങിലേക്ക് പോകാറില്ല. പക്ഷെ ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിധി ഈ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഈ സെക്ഷൻ 18 പ്രകാരമുള്ള അട്രോസിറ്റീസ് ആക്ട് ഇത് ചെയ്യുന്നുണ്ടോ, പറ്റുമോ. രണ്ടാമത്തത് നിങ്ങളിപ്പോ ഒരു ജാതിയോ മതമോ ഒന്നും അറിയാതെ ഒരാൾ വിമർശിക്കുമ്പോൾ അയാൾ ഇത്തരത്തിലുള്ള ഒരു SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ഞങ്ങളെ വിമർശിച്ചത് കൊണ്ട് മാത്രം ഇത് നിലനിൽക്കുമോ എന്നുള്ള കാര്യം. പക്ഷെ അവിടെ ഞാൻ വിചാരിക്കുന്നത് ആ ഒരു പോയിന്റിൽ കോടതിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 2 ബെഞ്ച് ആയതുകൊണ്ട് ഇനി മുകളിലേക്കുള്ള ബെഞ്ചിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട് ഇത് വിധി കൊടുക്കുകയാണെങ്കിൽ. പിന്നെ എന്താ പറയുക, ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 4-5 കൊല്ലം മുമ്പ് തന്നെ ശരിക്കും ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇത്തരത്തിൽ ഈ നിയമത്തിൽ SC/ST അട്രോസിറ്റീസ് നിയമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ നേരത്തെ തന്നെ ഒരു 5-6 കൊല്ലം മുമ്പ് ഇത് വളരെ ചൂടുപിടിച്ച ആലോചന. അതിൽ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് ഞാൻ. 34 ദിവസം ജയിലിൽ പോയ SC/ST എന്ന് പറയുന്ന ഒരു വകുപ്പ് ഉള്ളത് കൊണ്ടാണ് ആ യുവതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഒറ്റ വാക്കിന് മുകളിൽ ഒരു അന്വേഷണം നടത്താതെ 34 ദിവസം. അല്ല, നിയമം ശരിക്കും തൊട്ടു മുമ്പ് വരെ ഇപ്പൊ ഈ വിധി ഇന്നലെ വരുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള നിയമം എന്ന് പറഞ്ഞാൽ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഒരാൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ നമുക്കെതിരെ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു കേസോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കീഴ്ക്കോടതികൾക്കൊന്നും ജാമ്യം കൊടുക്കാൻ കഴിയില്ല. സെഷൻസ് കോടതി ജാമ്യം കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇവിടെ ഹൈക്കോടതി പോലും ഒരിക്കലും മുൻകൂർ ജാമ്യം പോലും കൊടുക്കുന്ന ഒരു പതിവില്ല. അപ്പൊ ആ പതിവ് തെറ്റുന്നു എന്നതാണ് നമ്മൾ ഇപ്പൊ ഈ വിധിയിലൂടെ മനസ്സിലാക്കുന്നത്. ഷാജനെ സംബന്ധിച്ച് ഇതൊരു വിജയമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എല്ലാവരെയും സംബന്ധിച്ച് ഇതൊരു തോൽവിയാണെന്നാണ്. ആ തോൽവിയാകുന്നതിന്റെ കാരണം അവരെ സംബന്ധിച്ചുണ്ടായിരുന്ന അവരെ അട്രോസിറ്റീസിനെതിരെയുള്ള ഒരു കടുത്ത നിയമം കുറച്ചുകൂടി ദുർബലപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ഒരു പക്ഷേ മിസ്യൂസ് എന്ന് വിളിക്കാവുന്ന ഒരു കാരണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇതിൽ ഏറ്റവും. അതായത് സെഷൻസ് കോടതി തന്നെ കേസ് പരിഗണിക്കുമ്പോൾ ജാമ്യം കൊടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ ഇപ്പൊ ഇതിന്റെ ഒരു ബൈൻഡിങ്ങിലേക്ക്, അതായത് സുപ്രീം കോടതിയിലേക്ക് വീണ്ടും ഇത് ആരും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ലെങ്കിൽ നാച്ചുറലി ദിസ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ് ഇല്ലേ. നാളെ നമ്മുടെ ഇവിടെ എഴുതി വെച്ചേക്കുന്ന നിയമങ്ങളെല്ലാം സുപ്രീം കോടതി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സംബന്ധിച്ചിടത്തോളം SC/ST അട്രോസിറ്റീസ് ആക്ടിനെ ശരിക്കും പറഞ്ഞാൽ ദുർബലപ്പെടുത്തുകയും അതേസമയം തന്നെ ഇത് വലിയ തോതിൽ ഷാജനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നീതി കിട്ടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഷാജന്റെ പോരാട്ടം ഇന്ത്യയിൽ ഇത്തരത്തിൽ കള്ളക്കേസിൽ കുടുങ്ങുന്ന SC/ST അട്രോസിറ്റി നിയമങ്ങൾ പ്രകാരം ദുരുപയോഗം ചെയ്ത് അല്ല, ഇതില് ഇപ്പൊ 100% ഞാൻ പറയുന്നത് ഇത് ഇന്ത്യയിലെ മിക്ക കോടതികളിലും ഇനി ഇത് എന്ത് ചെയ്യപ്പെടും, ഇന്റർപ്രറ്റ് ചെയ്യപ്പെടും. അതായത് സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഷാജൻ സ്കറിയ അറിയപ്പെടും ഈ സംഭവം. അത് സത്യത്തിൽ ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങളിലേക്ക് വന്ന മാതൃഭൂമി മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നു. ബാക്കിയുള്ള എല്ലാ മാധ്യമങ്ങളും ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ ആരും തന്നെ ഇത് എടുത്തിട്ടില്ല. പക്ഷെ നാച്ചുറലി ഇത് ശരിക്കും നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം ഇതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, ഇത്
ഇനി ഈ വിധി പോലും ഭാവിയിലേക്ക് SC/ST അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു കാര്യം നടപ്പിൽ വരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്ന എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു പ്രൈമ ഫേസിയ തെളിവുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എതിരേൽക്കുന്ന ആളുകൾക്ക് വലിയ സ്വാധീനമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത് വലിയ അങ്ങനെ ചെയ്യുന്നത് ശരി. പക്ഷെ തിരിച്ചിട്ടുള്ള കാര്യങ്ങളിൽ അല്ല, ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാം സുമേഷ് മാർക്കോപോളോ ആൻഡ് നമ്പൂതിരി, ഭാരത് ലൈവ് എന്ന് പറയുന്ന ഒരു ചാനല്, പിന്നെ ഇതേപോലെ തന്നെ എൻ്റെ കേസിൽ ഇതേപോലെ തന്നെ സൂരജ് പാലക്കാരൻ, ഇതിലൊക്കെ തന്നെ ഇത് വാർത്ത ചെയ്തതിന്റെ പേരിലാണ് 3 ഉള്ളതെങ്കിൽ എൻ്റെ കേസിൽ എങ്ങനെയാ ഹൈക്കോടതി പറഞ്ഞ ഒരു തെളിവേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. നന്ദകുമാർ, ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു SC/ST അട്രോസിറ്റീസ് ആക്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ പാർലമെന്റ് നിയമം പാസ്സാക്കി ഉണ്ടാക്കിയത് 1989 ഉണ്ടാക്കിയതും. ഇതിനു മുമ്പ് സ്ത്രീകളുടെ കേസിൽ പലപ്പോഴും നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? അതായത് സ്ത്രീകൾ നിങ്ങൾ റേപ്പ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ സെക്ഷൽ ഹാരാസ്മെന്റ് വിധേയമാക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോഷ് ആക്ട് പ്രകാരം മറ്റേ വേറെ ലോകത്തെങ്ങും ഇല്ലാത്ത പോലെ പ്രതിയാണ് ഞാൻ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. വാദിക്കൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം കടുത്ത നിയമലംഘനങ്ങൾ ഇവരുടെ നേരെ നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമം ഉണ്ടാക്കിയത്. പക്ഷേ നന്ദകുമാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സിറ്റുവേഷൻ കുറച്ചും കൂടി ഡിഫറൻ്റ് ആണ്. പലപ്പോഴും ഇത് മറ്റുള്ള ആളുകൾക്കെതിരെയുള്ള ഒരു ഉപകരണമായി ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഉപയോഗിച്ചതിന്റെ നെറ്റ് എഫക്റ്റാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വിധി വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ കുറച്ച് പേര് ഇത്തരത്തിൽ എന്തെങ്കിലും ദുരുപയോഗം നടത്തിയാൽ അത് വലിയൊരു കമ്മ്യൂണിറ്റിയെ കൂടി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ഞാൻ 2 ഉദാഹരണം പറയാം. നമ്മുടെ PV ശ്രീനിജൻ തന്നെ കിറ്റക് സാബുവിനെതിരെ ഇതേ വകുപ്പ് വെച്ചിട്ട് കേസ് കൊടുത്തു. അദ്ദേഹത്തിന് സ്വാധീനമുള്ളതുകൊണ്ട് പണമുള്ളതുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ പറ്റി. ഇപ്പൊ ഷാജൻ സ്കറിയക്കെതിരെ കൊടുത്തു. അദ്ദേഹം എന്തുമാത്രം ബുദ്ധിമുട്ട് സഹിച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി, കമ്പ്യൂട്ടർ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് അവരുടെ വീടുകളിൽ, ബന്ധുക്കളുടെ വീടുകളിൽ, സ്റ്റാഫിന്റെ വീടുകളിൽ എല്ലാം കയറി ഇദ്ദേഹത്തെ വേട്ടയാടിയില്ലേ? കേരളത്തിന് പുറത്തും എല്ലാം വേട്ടയാടിയില്ലേ? അപ്പോൾ ഇത് SC/ST നിയമം അത്രയും ഭീകരമായതുകൊണ്ടാണ് ഇത് ദുരുപയോഗം ചെയ്യപ്പെട്ടത്. കാരണം ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആളുകളെ ജയിലിലടയ്ക്കാം, അവരെല്ലാം നശിപ്പിക്കാം എന്നുള്ള ഭരണകൂടത്തിന്റെ അറിവാണ്, അല്ലെങ്കിൽ പരാതിക്കാരുടെ അറിവാണ് ഇത് ദുരുപയോഗം ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് നന്ദകുമാർ പറഞ്ഞ ആ കാര്യത്തിനോട് എനിക്കൊരു എതിർപ്പില്ല. കറക്റ്റാണ്. അതുകൊണ്ടാണല്ലോ ഈ കേസിൽ ഷാജനാണ് നീതി കിട്ടിയത് എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നല്ല കേസുകൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നും ചെയ്യാൻ കഴിയാത്ത പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര കടുത്ത നിയമം വെച്ചത്. ശരി. പക്ഷെ അത് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ സത്യത്തിൽ നമ്മൾ അത് ഭയങ്കരമായി ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ഈ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആളുകൾ ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് ഇതേപോലെ തന്നെ വിധി ഉണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ കേസിൽ. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസിൽ എനിക്ക് വേണം സുപ്രീം കോടതി എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായിട്ടുള്ളത് ഇത് നിങ്ങളൊന്ന് പ്രൈമ ഫേസി അന്വേഷണം നടത്തണമെന്നാണ്. അതായത് അതിനു മുമ്പ് നിയമം ഉണ്ടാക്കി വെക്കുമ്പോൾ വിചാരിച്ചിരുന്നത് എന്താ, നിയമം ഉണ്ടാക്കി വെക്കുമ്പോൾ ഇതൊരിക്കലും ദുരുപയോഗം ചെയ്യില്ല എന്നുള്ളൊരു ധാരണയിലാണ്. അപ്പൊ ആരെങ്കിലും ഇത് ദുരുപയോഗം ചെയ്താൽ സ്വാഭാവികമായിട്ടും ഇത് ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയ അടിയാണ്. അതായത് സത്യത്തിൽ ഞാൻ പറയുന്നത് ദുരുപയോഗം ചെയ്യുന്നവരെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലും അതുപോലെ സമുദായത്തിലുമുള്ള ആളുകൾ ചോദ്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് ഇപ്പൊ ഷാജനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. ഇപ്പൊ ലൂത്ര വന്ന് അവിടെ വന്ന് വാദിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എത്ര ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ എത്രമാത്രം ഇത് ഇപ്പൊ ഇവിടെ നിന്ന് മുതൽ ഹൈക്കോടതി മുതൽ സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി വരെയുള്ള ഒരു കേസ് ഒരാൾ നടത്തുക എന്ന് പറഞ്ഞാൽ കിറ്റക് സാബുവിനെ കൊണ്ട് അത് നിസ്സാരമായിട്ട് സാധിക്കും, ചിലപ്പോൾ ഷാജനെ കൊണ്ട് സാധിക്കും, പക്ഷെ മറ്റൊരാളെ കൊണ്ട് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം അല്ല. മൂന്നാമത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത് നന്ദകുമാറെ ഇത് ഒരിക്കലും ഒരു ഇപ്പൊ ഞാൻ സത്യത്തിൽ പറഞ്ഞ PV ശ്രീനിജൻ പോലുമാണ് ഇത് തീരുമാനമെടുത്തത് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് ഷാജൻ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു യൂട്യൂബറെ നിലക്ക് നിർത്താൻ ഇവർ തീരുമാനിച്ചപ്പോൾ ആയുധങ്ങൾ തെരഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തിയ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ഒരു ആയുധം നമുക്ക് എന്ത് ചെയ്യാം, പ്രയോഗിക്കാം. അപ്പോൾ ഒരു 5 ദിവസമോ 15 ദിവസമെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും, കുറഞ്ഞത് അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യത്തിൽ അത് ഉപയോഗിച്ചു. അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷാജനായതുകൊണ്ട് ഷാജൻ്റെ അടുത്ത് ഷാജൻ അതിനേക്കാൾ മിടുക്കനായതുകൊണ്ട് ഷാജൻ്റെ അടുത്ത് അത് എന്ത് ചെയ്തില്ല, പലപ്പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അറിഞ്ഞു ഫസ്റ്റ്. അതെ അറിയാത്തപ്പോഴാണുള്ള പ്രശ്നം. എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പരാതി പോകണോ എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞ് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന AC-നോട് വിളിച്ചു പറയാണ് എനിക്കെതിരെ പരാതി വരുന്നുണ്ട്, എന്നെ വിളിപ്പിക്കണം കേട്ടോ, എൻ്റെ ഭാഗം കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് മുകളിൽ നിന്നുള്ള ഉത്തരവ് പിണറായി വിജയനും അതേപോലെ മുകളിൽ നിന്നുള്ള ഉത്തരവായപ്പോൾ അവർക്ക് നടപടി എടുത്തു. അതേപോലെ ഷാജന്റെ കാര്യത്തിൽ PV അൻവറും പിണറായി വിജയനും പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കേസ്, അതിൽ അദ്ദേഹത്തെ ഇതോടെ തീർക്കും എന്ന് പറഞ്ഞ കേസിലാണ്
ഈ പി വി ശ്രീനിധനെ മുന്നിൽ നിർത്തി കളിച്ചത്. അല്ല, അതുകൊണ്ടാണല്ലോ നന്ദകുമാർ ഒരു കേസല്ലല്ലോ വന്നത്, ഏതാണ്ട് 60-68 കേസുകൾ വന്നു. ആ കേസുകൾ ഇപ്പൊ 68 കേസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നന്ദകുമാർ ഒരു കാര്യം മനസ്സിലാക്കണം. നന്ദകുമാർ എടുക്കുന്ന ഇപ്പൊ നന്ദകുമാറിനെതിരെ 68 കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞൊരു 4-5 പേരുടെ ടീമിനെ ഇരുത്തി, ഇത് വളരെ മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ ഇരുത്തി ഇത് ക്രോസ് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് നമുക്ക് ഒരാൾക്കെതിരെ കേസ് അങ്ങനെ പറ്റുമെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിർത്തി തർക്കം, അതായത് ഒരു 50 കേസുകൾ ഉണ്ടാവും ഇത് അപ്പുറത്തെ വീട്ടുകാരായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നോക്കിയിരിക്കുന്ന വേറൊരു പണിയില്ലാതെ ഇത് കൃത്യമായി ചെയ്യണമെന്ന് വിചാരിച്ച ആളുകൾക്ക് പറ്റുള്ളൂ. ഇത് പക്ഷേ നമ്മുടെ രാജ്യത്ത് പലപ്പോഴും പല സർക്കാരുകളും ഇതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏകാധിപത്യ പ്രവണതയോടുകൂടി കൃത്യമായി ആളുകളെ ഇല്ലാതാക്കാനും അവരെ വായടപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ഓടിച്ചൊന്ന് തളർത്താനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പണികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ഏകാധിപതികൾക്കും ഇതുപോലെയുള്ള ഭരണകൂടങ്ങൾക്കും ഒക്കെ അറിയാത്തൊരു കാര്യമുണ്ട്. ആ കാര്യം ഇതൊന്നും ലോകത്ത് ഒരിക്കലും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം. ഇപ്പൊ നമ്മളൊരു ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ജനോസൈഡുകൾ എത്ര നടന്നിട്ടുണ്ട് ലോകത്ത്. അതായത് അവരെ ഒരു 3 ലക്ഷം മുതൽ 60 ലക്ഷം വരെയുള്ള ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഇപ്പൊ അർമേനിയ മുതൽ ഞാൻ പറയുന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ കാലം വരെ എടുത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇതിനേക്കാൾ അടുത്ത അവരില്ലാതാവുമായിരിക്കും. എക്സ് ഓർ വൈ എന്ന് പറയുന്ന പേര് ചിലപ്പോൾ നന്ദകുമാറോ രതീഷ് ചക്രവർത്തിയോ ഷാജനൊക്കെ ഇല്ലാതാവുമായിരിക്കും. പക്ഷെ പ്രശ്നം അടുത്ത ആളുകൾ ഇതിനേക്കാൾ വലിയ ഫൈറ്റോട് കൂടി ഉണർന്ന് എണീക്കും. അതാണ് അറിയാനുള്ളത്. ഇവിടെയും ഷാജൻ സ്കറിയ അതിനുശേഷം 100 ഇരട്ടി ശക്തിയുള്ള ആളായി മാറി. അതെ, സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തെ തൊടാൻ പറ്റില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിനുശേഷം ഷാജൻ സ്കറിയ കേറി പിണറായി വിജയനെ സർക്കാരിനെ ആഞ്ഞടിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല നന്ദകുമാർ അതിന് ശേഷമുള്ളൊരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ മൊത്തം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഒരു ന്യൂസിന്റെ ഇത് എടുത്ത് നോക്കിയിട്ടുണ്ടോ, അതിന്റെ ഒരു രീതി എടുത്ത് നോക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല. സത്യത്തിൽ ഈ മറുനാടൻ ഷാജനെതിരെയുള്ള ഒരു വേട്ടയാടൽ തുടങ്ങി. അതിനുശേഷം ഷാജൻ ഏതാണ്ട് ഒരാഴ്ച 2 ആഴ്ച കുറച്ചുകൂടി മിതമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു. പക്ഷെ അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഷാജൻ കുറെ കൂടി ആഞ്ഞടിക്കുമ്പോൾ ഷാജന്റെ 1 മണിക്കൂറിലെ വ്യൂവർഷിപ്പ് 30,000-40,000 ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന അടുത്ത രംഗം എന്താണെന്നറിയാമോ? അടുത്ത രംഗം ഞാനിപ്പോൾ പേര് പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടായല്ലോ എന്ന് വെച്ച് 2ും 3ും 4ും ഒക്കെ നിൽക്കുന്ന കേരളത്തിലെ യൂട്യൂബ് ചാനലുകളെല്ലാം ഇതിനേക്കാൾ വലിയ തമ്പുകളും ഇതിനേക്കാൾ മോശപ്പെട്ട കാര്യങ്ങളാണ്. സത്യത്തിൽ ഇപ്പൊ ഞാൻ ഒരു വിമർശകരാണ്, എനിക്ക് പോലും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കൊടുക്കാമോ എന്ന് തോന്നിയിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഇനി അടുത്തൊരു സെഗ്മെന്റ് കൂടി ഞാൻ പറയാൻ എന്തോ പറഞ്ഞു. ഇനി അടുത്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് നമ്മളിപ്പോ ഇത് അനലൈസ് ചെയ്യാൻ പോയാൽ നമുക്ക് വേറൊരു ടോപ്പിക് ആണെങ്കിലും ഞാൻ പറയാം. ഇപ്പൊ ഇന്ന് അനലൈസ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോ റിപ്പോർട്ടർ കൊടുത്തേക്കണ ഒരുപാട് തമ്പുകളുണ്ട് യൂട്യൂബിൽ കൊടുത്തേക്കണം. അതായത് ഈ പറയുന്ന മറ്റേ സിദ്ദിഖിന്റെ പത്രസമ്മേളനം, AMMയുടെ സിദ്ദിഖിന്റെ പത്രസമ്മേളനം, തൊട്ടിപ്പുറത്ത് ജഗദീഷിന്റെ പത്രസമ്മേളനം. അതായത് ജഗദീഷ് മറ്റേ തകർത്തു സിദ്ദിഖിനെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ സാധാരണ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും ആ ലെവലിലേക്കുള്ള കാര്യങ്ങൾ കൊടുത്തിരുന്നില്ല. അപ്പൊ ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരാളെ എന്ത് ചെയ്യും, അടിച്ചമർത്തുന്നു, അതിനേക്കാൾ വലിയ ഉയർച്ചകളുണ്ട്. അതായത് ഷാജൻ സ്കറിയ മുന്നിലേക്ക് വന്ന് ഇത്തരം പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ അതിനെ മാതൃകയാക്കിയിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലും അതേപോലെ 24 ചാനലും എല്ലാം ഏഷ്യാനെറ്റിനെ കവർ ചെയ്ത് തമ്മിലടിച്ച് മുന്നിലേക്ക് വന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഇപ്പൊ 24ഉം റിപ്പോർട്ടർ ചാനലും ഒക്കെ ശരിക്കും മുഖ്യധാരാ മാധ്യമങ്ങളുടെ ലെവലിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആളുകളുമായി ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ ഷാജന്റെ ഒരു വിജയം അവിടെയാണ്. എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ രോഷത്തോടെ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യമാണ് ഷാജൻ രോഷത്തോടെ പറയുന്നത്. അപ്പോഴാണ് കലക്കി എന്ന് പറഞ്ഞ കമന്റുകൾ വരുന്നത്. മനസ്സിലായി? അപ്പൊ അതിന് പകരം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ശ്രീകണ്ഠൻ നായർ സാറാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ അരുൺകുമാർ ആണെങ്കിലും ഈവൻ ഉണ്ണി ബാലകൃഷ്ണൻ ആണെങ്കിലും അവരുടെയൊക്കെ രീതികൾ മാറി. അപ്പൊ അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടി ആഞ്ഞടിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്ന ലെവലിലേക്ക് എത്തിയത്. സത്യത്തിൽ ഈ ഒന്നെന്താണ് നേരത്തെ ഉണ്ടായത്, അതായത് ഈ മുഴുവൻ താഴേക്ക് ഇറങ്ങിയില്ലെങ്കിലും ഇത് ഈ സോഷ്യൽ മീഡിയ വ്യൂവേഴ്സിന്റെ ഇടയിലോട്ട് കൂടി പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റുകളിലേക്ക് മുഖ്യധാരാ മാധ്യമങ്ങൾ മാറി. ഇപ്പൊ അതുകൊണ്ട് എടുത്തു നോക്കിക്കോ, സത്യത്തിൽ നേരത്തെ ഇപ്പൊ മനോരമ ന്യൂസിന്റെയും ഏഷ്യാനെറ്റിന്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, വളരെ കുറവാണ് വ്യൂവർഷിപ്പ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെ 24 കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. ഈ അടുത്ത കാലത്ത് ഷിരൂർ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടും മേപ്പാടി സംഭവവുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഇവർ തമ്മിൽ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലായി. ഇപ്പോൾ ഈ അമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതോട് കൂടിയിട്ട് ഏത് ലെവലിലേക്കും പോകാമെന്നുള്ള രൂപത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് മുൻനിര
മാധ്യമങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മറുനാടനും അതേപോലെ സോഷ്യൽ മീഡിയയുള്ള ഓൺലൈൻ ചാനലുകൾ കൊണ്ടുവന്ന ഒരു മാറ്റമായിരുന്നു. അത് അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും. അല്ല, ഇതില് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ തന്നെ ഒരു ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും ആദ്യം വിമോചന സമരമൊക്കെ നടക്കുമ്പോൾ EMS എങ്ങനെയാണ് ആളുകളെ നേരിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, ജയിലുകളിൽ വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല ഫുഡ് കൊടുക്കാനാണ് പറഞ്ഞത്, കാരണം അറസ്റ്റ് ചെയ്ത ആളുകൾക്ക്. പക്ഷെ അതിനുശേഷം അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EMS എല്ലാ കാലവും ഇവിടുത്തെ ഒരു വലിയ നേതാവായിട്ട് നിലനിന്നു എന്നുള്ളതാണ് അതിന്റെ പ്രകാരം. ശരിയാണ്, താൽക്കാലികമായിട്ട് ഗവൺമെന്റ് താഴെ പോയി. പക്ഷെ എങ്കിൽ പോലും അതിന് എന്നും ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് താഴെ പോയെങ്കിലും CPM തകർന്നില്ല. പകരം NSSും അതുപോലെ തന്നെ മറ്റേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും എല്ലാവരും കൂടി നടത്തിയുള്ള സമരത്തിന് പോലും ഏറ്റവും ഒടുവിൽ CPMന്റെ ആളുകൾ അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഇത് നോർമലി ഇത് നിലനിൽക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന അടിച്ചമർത്തൽ എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടിട്ട് അധികകാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ താങ്കൾ ചോദിച്ച റിപ്പോർട്ടറിന്റെ 24-ന് റിപ്പോർട്ടറും 24 ന്യൂസും അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും ആദ്യം ഇത് അർണാബ് ഗോസ്വാമിയൊക്കെയാണ് തുടങ്ങിയത്. അർണാബ് ഗോസ്വാമിയൊക്കെയാണ് തുടങ്ങിയത്. അതിനു മുമ്പ് ലോകത്ത് പലരും തുടങ്ങിയിട്ടുണ്ട്, അത് ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അർണാബ് ഗോസ്വാമിക്ക് തുടങ്ങിയപ്പോൾ ഒരു പക്ഷം പിടിക്കുകയും അതിനുവേണ്ടി അലറി വിളിക്കുകയും ചെയ്താൽ വ്യൂവേഴ്സിനെ കിട്ടുമെന്ന് കാണിച്ചു തന്ന ഒരാളാണ് അർണാബ് ഗോസ്വാമി. ടൈംസ് നൗവിന് ശേഷം അദ്ദേഹം വിട്ടിട്ട് ഒരൊറ്റ ആഴ്ച കൊണ്ടാണ് റിപ്പബ്ലിക് തുടങ്ങിയത് നമ്പർ 1 ആവുന്നത്, ഇംഗ്ലീഷ് ചാനൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഏതാണ്ട് ആ ലെവലിലേക്കുള്ള ഒരു പോക്ക് തന്നെയാണ് 24 ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ 24 വളരുകയായിരുന്നു. ഏഷ്യാനെറ്റ് ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്ന് ഞാൻ പറയും. എന്താ കാര്യം എന്നറിയോ, ഏഷ്യാനെറ്റ് ഒരു കാലത്ത് 2nd, 3rd, 4th കൂടി കൂട്ടി വെച്ചാൽ കിട്ടുന്നത് ഏഷ്യാനെറ്റിന്റെ പകുതി റേറ്റിംഗ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് 24 അതിന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഏഷ്യാനെറ്റ് അത് മനസ്സിലാക്കാൻ വിട്ടുപോയി. ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോഴും ഏഷ്യാനെറ്റിന്റെ ഒരു ബേസും സ്ട്രെങ്ത്തും അതിനകത്ത് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ കുറച്ചുകൂടി അവതരിപ്പിക്കുന്ന ഒരു രീതി ചെറിയൊരു മാറ്റം വരുത്തിയാൽ അത് ഗംഭീരമായിട്ട് വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വിധിയിൽ ഒരു ഷാജൻ ഉണ്ടാക്കിയൊരു ചരിത്ര നേട്ടമാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയ നേട്ടം, അദ്ദേഹം ശരിക്കും ഇങ്ങനെ ഒരു കേസ് ഇല്ലാതിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമായിരുന്നു. ഒരു ചരിത്ര നായകൻ, അതായത് വെറും അദ്ദേഹത്തിന് ഇതുവരെ ഇങ്ങനത്തെ കേസ് ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവുന്നു, അതിൽ ഗവൺമെന്റ് ഇടപെടുന്നു, അദ്ദേഹത്തെ വേട്ടയാടുന്നു. അല്ല, ഇതിൽ ഈ ശരിക്കും പറഞ്ഞാൽ ഷാജന് ഇല്ലാത്തൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഷാജന് ഒരു ഇംഗ്ലീഷ് ചാനൽ ഇല്ല എന്നുള്ളൊരു കുഴപ്പമുണ്ട്. സത്യത്തിൽ ഇംഗ്ലീഷ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹിന്ദി ചാനലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ നോട്ടത്തിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ഏതാണ്ട് ഒരു 5 ലക്ഷം റീച്ച് കൂടുതലുണ്ടായിരുന്നു. കാരണം ഈ ഒരു ലോ എൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോ ഈ പറയുന്ന ലോയേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി മാത്രം ഇന്ത്യയിൽ എടുത്തു വെച്ച് നോക്കിയാൽ ഇപ്പൊ പല ഇന്റർനാഷണൽ മീഡിയകളിലും ഇന്റർനാഷണൽ ന്യൂസ് പേപ്പറുകളിലും ഒക്കെ ഈ ഇത് വന്നിട്ടുണ്ട്. ഈ ഇതിനെക്കുറിച്ചുള്ള വിധിയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. പ്ലസ് ലോ ടൈംസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ശരിക്കും ഈ വിധിയെക്കുറിച്ച് വളരെ കൃത്യമായി പഠിക്കുന്ന ആളുകളെല്ലാം ഇപ്പൊ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരാൾ അറിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ അതുകൊണ്ട് നിയമവൃത്തങ്ങൾ എല്ലാ കാലത്തേക്കും എസ്റ്റാബ്ലിഷ് ചെയ്തു, ഒരു റെഫറൻസ് ആയി മാറി. ഇനി സത്യത്തിൽ ഷാജന് കേസിന് പോലും പോകാൻ ഇത് ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. കാരണം ഷാജൻ സ്കറിയ ഇപ്പൊ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന ഒരു കാര്യം ചെല്ലുമ്പോൾ നാച്ചുറലി ഇപ്പൊ ഷാജൻ ചെന്നിട്ട് ഇനിയിപ്പോ ഏറ്റവും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും കൂടുതൽ മേടിക്കുന്ന കപിൽ സിബലോ ഹരീഷ് സാൽവയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോട് പോലും ചെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കേസും വിദ്യ സമ്പാദിച്ച് ഞാനാന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും അതൊരു 5 ലക്ഷം രൂപ ഫീസ് പറയാനുള്ള സാധിക്കാനുള്ള. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് പലപ്പോഴും ഞാൻ ലൈഫിൽ ഓർക്കാറുണ്ട്, നമ്മളൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ നമ്മളവിടെ പരാജയപ്പെടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യമാണെങ്കിൽ അത് തന്നെ, സത്യമാണെങ്കിൽ പരാജയപ്പെടാൻ ഒരു സാധ്യത. അത് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഷാജൻ സ്കറിയയ്ക്ക് എന്ന് നമുക്ക് തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.